പലസ്തീനോടുള്ള നിലപാടിലും പശ്ചിമേഷ്യൻ സംഘർഷത്തിലും പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ച് സോണിയാഗാന്ധി. ലോകം ഇസ്രയേലിൽ നിന്ന് അകലുമ്പോൾ ഇന്ത്യ കൂടുതൽ അടുക്കുന്നെന്നാണ് വിമർശനം. മധ്യസ്ഥത വഹിക്കാൻ അർഹതയുണ്ടായിരുന്ന ഇന്ത്യയെ മറികടന്ന് പാകിസ്ഥാൻ ആ സ്ഥാനം കൈക്കലാക്കുന്നെന്നും ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ വിമർശനമുണ്ട്. എക്സിൽ ലേഖനം പങ്കുവച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിമർശനം ആവർത്തിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വി.ജി. ചേരുന്നു. വിനീത, എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ഗസയിലെ ഇസ്രായേൽ നടപടികൾക്കെതിരെ ഇന്ത്യ തുടരുന്ന മൗനവും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിദേശ നയത്തിനുമെതിരെയാണ് സോണിയാഗാന്ധി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്നിരിക്കുന്ന ലേഖനത്തിലാണ് സോണിയാഗാന്ധി ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ലോകം ഗസയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ ഇന്ത്യ മൗനം പാലിക്കുന്നുവെന്നാണ് ഈ ലേഖനത്തിൽ സോണിയാഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. പാലസ്തീനു വേണ്ടി ശബ്ദമുയർത്തുക എന്നത് ഇന്ത്യൻ ദേശീയതയുടെ തന്നെ അനിവാര്യമാണെന്നും അവർ ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഈ മോദി സർക്കാരിന്റെ മൗനവും നിഷ്ഠവും ദേശീയ താൽപര്യത്തിന് വിരുദ്ധമാണ് എന്നും പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനം തെറ്റായ തീരുമാനമാണ് എന്നും ലേഖനത്തിൽ സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ മധ്യസ്ഥത വഹിക്കാൻ അർഹതയുണ്ടായിരുന്ന ഇന്ത്യയെ മറികടന്ന് പാകിസ്ഥാൻ ആ സ്ഥാനം കൈക്കലാക്കുന്നു. ഇത് ഇന്ത്യക്കുണ്ടായ ഒരു വീഴ്ചയാണെന്ന തരത്തിലാണ് ഈ ലേഖനത്തിൽ സോണിയാഗാന്ധി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇതേ വിമർശനം എക്സിൽ റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.